നാടൻ ഭക്ഷണവും രുചികരമായ ഭക്ഷണവും. വിശന്ന് വരുന്ന ആൾക്കാർക്ക് എത്രയും വേഗം കുറച്ച് ഭക്ഷണം കിട്ടിയാൽ നന്നായിരിക്കും എന്നൊരു വിചാരം സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നാടൻ രീതിയിലുള്ള എത്രയും വേഗം ചെയ്യുന്ന രീതിയിലും രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇന്ന് നമ്മളിവിടെ കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മീൻകറി ആദ്യം നമുക്ക് ഉണ്ടാക്കാം. അയല കൊണ്ടുള്ള മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അയല കട്ട് ചെയ്ത് മീൻകറി എങ്ങനെ വയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അയല കട്ട് ചെയ്യുകയാണ്. ആദ്യം ചിറകുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ രണ്ട് സൈഡിലുള്ള ചിറക്, ഈ സൈഡിലുള്ള ചിറക്. ഇതിന് ചെതമ്പലുകളില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ പുറത്തുള്ള ചെറിയ ചെതമ്പലുകളെ നമ്മൾ ഇളക്കി മാറ്റുന്നു. നന്നായിട്ട് ചെതമ്പലുകൾ പോയതിന് ശേഷം നമ്മൾ ഈ തലയുടെ ഭാഗം കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നു. ആ തലയുടെ ഭാഗത്തുള്ള പൂവെന്ന് പറയുന്ന സാധനം എടുത്ത് കളഞ്ഞു. വയറ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇതിൻ്റെ അഴുക്കുകളെല്ലാം കളഞ്ഞു. അതിന് ശേഷം വാൽഭാഗം കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അങ്ങനെ ഇതിനെ പൂർണ്ണമായിട്ട് വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് ആ വൃത്തിയാക്കിയ മീനിനെ വെള്ളം ഒഴിച്ച് കഴുകാം. ഇത് കഴുകിയത് മാത്രം പോരാ, ഇനിയും 2-3 പ്രാവശ്യം കൂടി നല്ലവണ്ണം കഴുകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വെള്ളത്തിലൊന്നും കഴുകിയാലൊന്നും പോരാ. ഈ മീനിനൊക്കെ ഉലുമ്പ് ചുവ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഉലുമ്പ് ചുവ മാറുന്നതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് നല്ലോണം ഉരച്ച് കഴുകാം. ഈ ഉരച്ച് കഴുകുമ്പോൾ തന്നെ ഇതിനകത്തുള്ള മീനിലുണ്ടായിരിക്കുന്ന ഉലുമ്പ് ചുവയെല്ലാം, അതായത് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ചുവയുണ്ടാവും, ആ ചുവയെല്ലാം തന്നെ മാറിക്കിട്ടും. 5-6 പ്രാവശ്യം നല്ലവണ്ണം ഉരച്ച് കഴുകിയാൽ മാത്രമേ ഈ മീനിന് നല്ല വൃത്തിയായിട്ട് നമുക്കൊരു അർപ്പം കൂടാതെ കഴിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ഉണ്ടായി കിട്ടുകയുള്ളൂ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ബ്ലഡിൻ്റെ കളറോ മറ്റേ ഉലുമ്പ് ചുവയുള്ള കളറോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അത് മാറുന്നതിലേക്ക് വേണ്ടി നമ്മളിതിനെ ഇങ്ങനെ പിഴിഞ്ഞ് തന്നെ മീനിനെ മാറ്റണം. നമ്മളിപ്പോൾ അയലക്കറി വയ്ക്കുമ്പോൾ കുറച്ച് സാധനങ്ങളിൽ കൂടെ നമ്മൾ മസാല ഐറ്റംസുകളെല്ലാം ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി. ഇഞ്ചി പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അയലക്കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇഞ്ചി. അത് ഇഞ്ചി ഞാൻ എങ്ങനെ അരിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഇഞ്ചി വൃത്തിയാക്കിയ ഇഞ്ചിയെ നുര അരിയുക. ഇത് അയലക്കറിയിൽ നമ്മൾ ഇടാൻ വേണ്ടി പാകത്തിന് അരിഞ്ഞെടുക്കുന്നതാണ്. ഈ എടുക്കുന്ന ഇഞ്ചിയാണ് നമ്മൾ അയലക്കറിയിൽ ആവശ്യത്തിന്, നമ്മൾ ഏത് സാധനം നമ്മൾ വയ്ക്കുന്നുവോ അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുകൾ ഉണ്ടാവണം. അപ്പോൾ ആ കണക്കൂട്ടൽ പ്രകാരമാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചേരുവകൾ ചേർക്കുന്നത്. കുടംപുളി ഇട്ട് വയ്ക്കുന്നുണ്ട്. കുടംപുളി ഇതിനൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ കുടംപുളിയെ ഞാൻ സാധാരണ വാങ്ങിയതിന് ശേഷം ഇതിനെ നമ്മൾ വെള്ളം ഉപയോഗിക്കും. കാരണം ഇത് കഴിവണ എന്തെന്ന് വെച്ചാൽ ഈ കുടംപുളി ഉണക്കുമ്പോൾ തന്നെ ഇതിനകത്ത് മണ്ണുകൾ അഴുക്കുകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടംപുളി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുടംപുളിയെ കുറച്ച് സമയത്തേക്ക് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ കുടംപുളിയായി, ഇപ്പോൾ ഇഞ്ചിയായി. ഇത് വന്നിട്ട് ഉലുവയാണ്, ഉലുവപ്പൊടിയാണ്. അപ്പോൾ മീൻ കറിക്ക് അയലക്കറി വയ്ക്കുമ്പോൾ കുടംപുളി ഇട്ട് വയ്ക്കുമ്പോൾ മല്ലിമുളക് കുടംപുളിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഇത് പ്രധാനമായിട്ട് ഇതിനകത്ത് ചേരുവകളിൽ ഒന്നാണ് ഉലുവപ്പൊടി. അപ്പോൾ ഈ ഉലുവപ്പൊടി ഇതിൻ്റെ അയലക്കറിയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില നമ്മളെ ഈ തോട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കരിവേപ്പിലയാണ്. അതിൽ നിന്ന് ഒടിച്ചെടുത്താണ്, നാടൻ കരിവേപ്പിലയാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തെടുത്താൽ മതി. എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് വേണം. അപ്പോൾ അയലക്കറി വയ്ക്കേണ്ട, ഇപ്പോൾ നമ്മൾ അയലക്കറി വയ്ക്കാനായിട്ട് കുടംപുളി ഉപയോഗിക്കുന്നു, ഉലുവപ്പൊടി ഉപയോഗിക്കുന്നു, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നു, മല്ലിപ്പൊടി ഉപയോഗിക്കുന്നു, മുളക് പൊടി ഉപയോഗിക്കുന്നു, പിന്നെ ഉപ്പ്, ഇഞ്ചി, ആവശ്യത്തിനുള്ള ഇഞ്ചി. ഈ അയലക്കറിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളുടെ കാണിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 സാധനങ്ങളുടെ ഒക്കെ വയ്ക്കാനുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടതായിട്ട് കടുക്, അത് കഴിഞ്ഞിട്ട്
നമ്മൾ വെളിച്ചെണ്ണ. ഇത് സാധാരണ വെളിച്ചെണ്ണ നമ്മൾ മായം ചേർത്ത കടയിൽ നിന്ന് വാങ്ങുന്നതല്ല. ഇത് യഥാർത്ഥമായിട്ട് ചെക്കിൽ ആട്ടിയെടുത്തുകൊണ്ട് വന്ന വെളിച്ചെണ്ണയാണ്. അയലക്കറി വയ്ക്കാൻ വേണ്ടി മസാലകളെ വറുത്തെടുക്കാം. എങ്ങനെയാണ് വറുത്തെടുക്കുന്ന രീതിയെന്ന് നമുക്കിപ്പോൾ നോക്കാം. സ്റ്റൗ കത്തി. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി വെച്ചതിന് ശേഷം ശകലം വെളിച്ചെണ്ണ, അതായത് മസാല നമ്മൾ ചീനച്ചട്ടിയിലിടുമ്പോൾ ചൂടായി അത് ഇതായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശകലം എണ്ണ ഒഴിച്ചത്. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് മല്ലിപ്പൊടി ഇടാം. ഈ മീനിന് എത്രത്തോളം മല്ലിപ്പൊടി വേണ്ടി വരും? ഏകദേശം 1 ബൗള് മല്ലിപ്പൊടി നമ്മളിട്ടു. അതുപോലെ തന്നെ ഈ 1 ബൗള് മുളക് പൊടി ഇട്ടു. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉലുവപ്പൊടി എടുക്കുന്നു. അപ്പോൾ ഏകദേശം ഇത്രയും 1 സ്പൂണ് 1.5 സ്പൂണോളം ഉലുവപ്പൊടി ഇട്ടു. എന്ന് ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് മാത്രം. എന്നിട്ട് ഇതിനെ നമ്മൾ വറുത്തെടുക്കും. ഇത് വറുക്കുന്നത് കാരണം നമ്മൾ ഈ അയലക്കറി വയ്ക്കുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു ചുവയുണ്ടാവും, അപ്പോൾ പച്ചയായിരുന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലപ്പൊടി ശകലം വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ കരിഞ്ഞ് പോകാത്ത രീതിയിലാണ് നമുക്കിത് വറുത്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മൾ അയലക്കറി വയ്ക്കുമ്പോൾ ഒരു കടുപ്പുണ്ടാവും, അതിന് ടേസ്റ്റ് കുറയും. ഇത് ഏകദേശം മതിയായി, ചുമന്ന് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അയലക്കറി എങ്ങനെ വയ്ക്കാം, ആ അയലക്കറി വയ്ക്കേണ്ട രീതിയിലേക്ക് പോകാം. മസാല കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് മസാലയൊക്കെ ഇട്ട് ഈ മസാല കലക്കി വെച്ചതിന് ശേഷം മീനിട്ടുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റൗ കത്തിക്കട്ടെ. സ്റ്റൗ കത്തിച്ചു. തന്നെ അയലക്കറി വയ്ക്കേണ്ട പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞു. പാത്രം ശകലം ചൂടാകട്ടെ. ചൂടായതിന് ശേഷം ഞാൻ ഈ വെളിച്ചെണ്ണ, അതായത് നമ്മൾ തേങ്ങ എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഫ്രഷായിട്ടുള്ള തേങ്ങ എണ്ണയാണ്. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ അരിയാണ്. അതായത് ചെറുള്ളി നമ്മൾ അരിഞ്ഞ് ചെറിയ നുരുന്നരാറ്റ് അരിഞ്ഞെടുക്കുന്നു. എണ്ണയിലിടാൻ വേണ്ടിയാണ്, എണ്ണയിലിട്ട് മൂപ്പിക്കാൻ വേണ്ടി. ഇനി നമുക്ക് കടുക് എടുത്ത് എണ്ണയിലിടാം. എണ്ണ ചൂടായെന്ന് നോക്കാം. 2 എണ്ണ ഇട്ട് നോക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ കടുമണികളെല്ലാം പൊട്ടി വരും. അതിലൊരു സൗണ്ട് ഉണ്ടാവും. ഇനി ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി നമ്മളതിലേക്ക് ഇടുകയാണ്. ഇട്ടു. അതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അരിഞ്ഞ ചെറിയ ഉള്ളി നമ്മൾ ആ എണ്ണയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി അത് ഇനിയൊരു ചുമന്ന കളറിലേക്ക് വരും. ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്ന് തിളച്ച് ഒരു ചുമന്ന കളറിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഉടനെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എടുത്ത് ഈ കറിവേപ്പില ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഈ അരിഞ്ഞെടുത്ത ഇഞ്ചി കുറച്ചിലേക്കിടാം. ഇതെല്ലാം നമ്മൾ പാകത്തിന് നമ്മളെ മനസ്സുകൊണ്ട് നമുക്കറിയാം ഒരു കറി വയ്ക്കുമ്പോൾ എത്രത്തോളം ഓരോ സാധനങ്ങൾ വേണ്ടി വരും. ഇഞ്ചി ആയാലും മുളകായാലും കറിവേപ്പിലയായാലും ഇതെല്ലാം നമുക്ക് എത്രത്തോളം വേണ്ടും നമ്മളെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ചില പച്ചമുളക് കൂടെ ഇതിലേക്ക് അരിഞ്ഞിടാം. അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് നമ്മളെ മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലേക്ക് അരിഞ്ഞിടാൻ. ഒന്നും തന്നെ അധികം ആകാൻ പാടില്ല, എങ്കിൽ നമുക്ക് ഈ കറി വയ്ക്കുന്ന ഓരോന്നിനുള്ള ആ ടേസ്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കും. അപ്പോൾ ഇതിനകത്ത് കറിവേപ്പില, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവയിട്ട് എണ്ണയിലിട്ട് വരട്ടി കടുവ ഉൾപ്പെടെയുള്ളവ ചേർത്ത് നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇത് ആവശ്യം ചുമന്നതിന് ശേഷം മറ്റ് ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച
മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എണ്ണയിൽ കിടന്ന് തന്നെ ഇതിപ്പം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇതിപ്പോൾ എണ്ണയിൽ കിടന്ന് മസാല എല്ലാം കുഴഞ്ഞു. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ പാകത്തിന് മീൻ കറിക്ക് ആവശ്യമായ, അപ്പോൾ ഇത്രയും മീൻ ഇതിൽ നിന്ന് വേകുന്ന രീതിയിലേക്ക് വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. കുടംപുളി കൂടെ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയാണ്. ഇത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം മസാല എല്ലാം നമ്മൾ കുഴച്ച് വൃത്തിയാക്കി മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കണം. ഇനി നമുക്ക് ഇളക്കി നോക്കാം മതിയാവുമോ, ഇത്രയും മീൻ വേകുന്നതിലേക്ക് വേണ്ടി മതിയാവുമോ എന്ന് നോക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഉപ്പുകളൊക്കെ എല്ലാം ചേർക്കാം. അല്ലെങ്കിൽ പൊടിയും കുറഞ്ഞും പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതിപ്പോൾ മസാല എല്ലാം ഇട്ട് ഇതിൻ്റെ ഇനി തിളയ്ക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം. കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ ഓരോ പീസുകളായിട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. അത് കുറച്ച് ചൂടാവുന്നതിലേക്ക് തിളയ്ക്കുന്നതിലേക്ക് വേണ്ടി മസാല തിളയ്ക്കാൻ വേണ്ടിയുള്ള ടൈം എടുത്തു. ഞാനിപ്പോൾ തുറന്നു നോക്കിയാണ് മസാല ഏത് ഐറ്റം വരെ ആയി, ഏതുവരെ ആയി, തിളച്ചോ തിളച്ചില്ലയോ എന്നതിനെപ്പറ്റി നമുക്കിപ്പോൾ നോക്കുകയാണ്. തുറന്നു നോക്കാം. മസാല ഇപ്പോൾ നല്ലവണ്ണം തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് മീൻ ഒന്നൊന്നായിട്ട് ഇതിലേക്ക് ഇടേണ്ട സമയമായി. അപ്പോൾ നമുക്ക് അതിലെ മീൻ തിളച്ച മസാലയിലേക്ക് ഇടുകയാണ്. തിളച്ച മസാലയിലേക്കാണ് നമ്മളിപ്പോൾ അയല മീൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അയല മീൻ ഇട്ടിട്ട് ഇളക്കി മസാല ഏതുവരെയായി എന്നുള്ള രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കുകയാണ്. എല്ലാ മീനും ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ മീനും തന്നെ നമ്മൾ മസാലയിലേക്ക് ഇട്ടു. ഞാൻ അടപ്പ് വെച്ച് മൂടുകയാണ്. അപ്പോൾ ഇനി എത്രത്തോളം ആവും എന്നുള്ളത് നമ്മൾ അടുത്ത് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി മൂടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതെന്തായെന്നുള്ളത് മസാലയെല്ലാം മീനിൽ പിടിച്ച് മീൻ നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം. അപ്പോഴറിയാം മീനിൻ്റെ അവസ്ഥ എന്തെന്നുള്ളത്. ഇനി നമുക്ക് ഈ അയലക്കറി നമ്മൾ മീൻ ഇട്ടതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് പോയി. അത് എത്രത്തോളം ആയി എന്ന് പറഞ്ഞ് നമുക്ക് അടപ്പെടുത്ത് നോക്കാം. അയലക്കറിയുടെ അപ്പോഴറിയാം നമുക്ക് ഏതുവരെയായി, അയല വെന്ത് ഏതുവരെയായി, അത് പാകമായോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഞാൻ ഇളക്കുകയാണ്. ഇപ്പോൾ മസാലയും പിന്നെ അയലക്കറി വയ്ക്കുമ്പോഴുള്ള മസാലയും മീനുമായിട്ടുള്ള ആ ഒരു രീതി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ്ടോ ചുവന്ന കളറ് മസാല മീനിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സമയം കൂടി ഇത് വേണ്ടി വരും. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീനിലേക്ക് മസാല നല്ലവണ്ണം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ മസാല കുറച്ചുകൂടെ വറ്റും, മീൻ നല്ല വെന്ത് അതിന് ശേഷം ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് ഞാൻ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. നമുക്കിനി അയലക്കറി ശരിയായോ എന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ അയലക്കറിയിൽ നമുക്കൊരു നല്ല കറിയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു സ്മെല്ലുണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ആദ്യം നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. കുറച്ച് താളിച്ചതിന് ശേഷം നമുക്ക് അയലക്കറി ഇറക്കി വയ്ക്കാം. ആദ്യം ഇതിൻ്റെ അവസ്ഥ, അതായത് അയലക്കറിയുടെ മണം എങ്ങനെയുണ്ട്, പാകമായി വരുമ്പോൾ ആ സ്മെല്ലുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കിപ്പോൾ നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലതായിട്ട് പാകം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു മണമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. എന്നാലും നമുക്കൊന്ന് അതിൻ്റെ ഉപ്പും മസാലകൾ എത്രയുണ്ടെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ അയലക്കറി അടിപൊളിയായിട്ടുണ്ട്.
ഇപ്പം നല്ല ടേസ്റ്റാണ് ഇതിലിപ്പോൾ കാണുന്നത്. നമുക്കിനി ഇത് കപ്പയോ ചോറോ എന്തൊക്കെ ഉപയോഗിച്ച് ഇത് കഴിക്കാമെങ്കിൽ അത് അടിപൊളി നല്ല രീതിയിലായിരിക്കും, നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള അയലക്കറിയാണ് നമ്മളിപ്പോൾ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇതിനെ താളിക്കേണ്ട സെറ്റപ്പിലേക്ക് നോക്കാം. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. താളിക്കുന്നതിലേക്ക് വേണ്ടി നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇടാം. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞു. കുറച്ച് കടുക് നമ്മളതിലിടുകയാണ്. അതിനുശേഷം നമുക്ക് നല്ല കറിവേപ്പില കുറച്ച് ഇതിലേക്കിടാം. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് നമുക്ക് 4-5 എണ്ണം മുറിച്ചിടാം. ഉണക്കമുളക് നമ്മൾ മുറിച്ചിട്ടു. ഇനി നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഇത് നല്ല ചുമന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തിളയ്ക്കുന്ന മീൻ ചട്ടിയിലേക്ക് മീനിലേക്ക് ഇത് കോരി ഒഴിക്കുകയാണ്. ഇനി അയലക്കറി പാകമായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന അയലക്കറി പൂർണ്ണമായിട്ടും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഈ കുടംപുളി ഇട്ട് വയ്ക്കുന്ന ആ ഒരു രീതി വളരെ കുറവാണ്. പക്ഷേ വടക്കോട്ടാണ് ഈ കുടംപുളി ഇട്ട് വയ്ക്കുന്ന അയലക്കറിയുടെ കൂടുതലും ഇതായിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ്. അയലക്കറി മാത്രമല്ല, മത്തിക്കറിയും ചൂരക്കറിയൊക്കെ നമുക്കിതുപോലെ കുടംപുളി ഇട്ട് വയ്ക്കാം. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ ഇത് കഴിക്കാം. റെഡി അയലക്കറി നമ്മളിപ്പം ആൾക്കാർക്ക് കഴിക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇതാ ഈ അയലക്കറി പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും കഴിക്കുന്ന രീതിയിലേക്കാണ് ഞാൻ പാത്രത്തിലേക്ക് ആക്കുന്നത്. ഈ അയലക്കറി നമുക്ക് കപ്പയുടെ കൂടെയും വേവിച്ച കപ്പയുടെ കൂടെ കഴിക്കാം, ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ കറി കഴിക്കാനായിരിക്കും വളരെ ടേസ്റ്റുള്ളതായിരിക്കും.